إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء، واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم، ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد. സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. പവിത്രമായ ദുൽഹിജ്ജ മാസത്തിൻ്റെ ദിനരാത്രങ്ങളിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ മാസം എന്ന് പറയുമ്പോൾ ഹജ്ജിൻ്റെ കർമ്മങ്ങൾ നിർവഹിക്കപ്പെടുന്ന മാസങ്ങളാണ്, ദിവസങ്ങളാണ്. ഹജ്ജിൻ്റെ കർമ്മങ്ങൾ അത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ നാം ഓർമ്മിക്കുന്ന, നമ്മുടെ മനസ്സുകളിലേക്ക് കടന്നു വരുന്ന ഒരു പ്രവാചകനുണ്ട്. അതാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. കഅബയുടെ പുനർനിർമ്മാണവും അതുപോലെ തന്നെ സംസമിൻ്റെ ചരിത്രവും സഫ മർവകൾക്കിടയിലുള്ള സഅയുമെല്ലാം അതെല്ലാം മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ ചരിത്രത്തെ നമ്മോട് വിളിച്ചോതുന്നുണ്ട്. ആരായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാം? ഒട്ടനവധി വിശേഷണങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതായി കാണാം. അവിടുന്ന് പറയുന്നു, ഇന്നഹു കാന സിദ്ദീഖൻ നബിയ്യ. ഇബ്രാഹിം അലൈഹിസ്സലാം സത്യവാനും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല തെരഞ്ഞെടുത്ത പ്രവാചകനുമാകുന്നു. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലാണ്. വത്തഖദല്ലാഹു ഇബ്രാഹിമ ഖലീല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമിനെ ഖലീലായി തെരഞ്ഞെടുത്തിരിക്കുന്നു, ഖലീലാക്കിയിരിക്കുന്നു. എന്താണ് ഖലീൽ എന്ന് പറഞ്ഞാൽ? സ്നേഹത്തിൻ്റെ, ഇഷ്ടത്തിൻ്റെ അങ്ങേയറ്റം കരസ്ഥമാക്കിയവൻ, ലഭിച്ചവൻ എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കപ്പെടുന്നത്. സൃഷ്ടികളിൽ രണ്ടാളുകളാണ് ഈ പദവിക്ക് അർഹരായിട്ടുള്ളത്. ഒന്നാമത്തേത് ഇബ്രാഹിം അലൈഹിസ്സലാമാണ്, രണ്ടാമത്തേത് നബിയുന മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരിരുവരും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഖലീലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ മറ്റൊരു വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വ ഇബ്രാഹിം അല്ലദീ വഫ. തൻ്റെ ബാധ്യതകൾ, തൻ്റെ കടമകൾ അത് പൂർണ്ണമായും നിറവേറ്റിയ ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് തന്നെ കൽപ്പിച്ചാലും അത് അതേ രൂപത്തിൽ അതേപടി നടപ്പിലാക്കിയ വ്യക്തിയായിരുന്നു മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തോട് പറഞ്ഞു, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം ഖാല അസ്ലംതു ലിറബ്ബിൽ ആലമീൻ. നീ കീഴ്പ്പെടുക, നീ വിനയാന്വിതനായി കീഴ്പ്പെടുക എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് അല്ലാഹു കൽപ്പിച്ച സന്ദർഭത്തിൽ അദ്ദേഹം പറയുകയുണ്ടായി, ലോകരുടെ റബ്ബായ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എങ്ങനെയുള്ളവനാണ്? ഇസ് ജാഅ റബ്ബഹു ബിഖൽബിൻ സലീം. സലീമായ ഹൃദയത്തോടു കൂടി, കുറ്റമറ്റ നിഷ്കളങ്കമായ ഹൃദയവുമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് വന്ന പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. അദ്ദേഹത്തെ അല്ലാഹു തിരഞ്ഞെടുക്കുകയുണ്ടായി. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ വഇന്നഹു ഫിൽ ആഖിറതി ലമിനസ് സാലിഹീൻ. ദുനിയാവിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുകയും പരലോകത്ത് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, സജ്ജനങ്ങളുടെ കൂട്ടത്തിലായിരിക്കുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വിഗ്രഹങ്ങളെ തൻ്റെ കൈകൊണ്ട് അടിച്ചു തകർക്കുകയും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് സ്വന്തം മകനെ മണ്ണിൽ കിടത്തുകയും എന്നിട്ട് ബലിയറുക്കുന്നതിനായി ആ മകന്റെ നെറ്റിത്തടം നിലത്തേക്ക് വെക്കുകയും ചെയ്ത മഹാനായ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അതുപോലെ തന്നെ ശിർക്കിന്റെ ആളുകൾക്കുമെതിരെ അദ്ദേഹം ശക്തമായി നിലകൊള്ളുകയും അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ശിർക്കിന്റെ ആളുകളെ അവരെ കൈയൊഴിയുകയും അവരെ വെടിയുകയും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സംരക്ഷണാർത്ഥം അദ്ദേഹം ഹിജ്റ പോവുകയും ചെയ്തു എന്ന് നമുക്ക് കാണാൻ കഴിയും. നിങ്ങളെയും അള്ളാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെയും ഞാനിതാ വെടിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം നാടുവിട്ട ചരിത്രം നമുക്കറിയുന്നതാണ്. അതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മറ്റൊരു വിശേഷണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ. അദ്ദേഹം ഒരു ഉമ്മത്തായിരുന്നു, അഥവാ അദ്ദേഹം ഒരു നേതാവായിരുന്നു, ഇമാമായിരുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു.
ഖാനിതൻ ലില്ലാഹി ഹനീഫൻ വലം യകു മിനൽ മുശ്രിക്കീൻ. അല്ലാഹുവിനെ കീഴ്പ്പെട്ട് ജീവിക്കുന്ന, അല്ലാഹുവിനുള്ള അനുസരണയിൽ എന്നെന്നും നിലകൊണ്ടവനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. അബുൽ അംബിയ, അംബിയാക്കന്മാരുടെ നേതാവെന്നും അംബിയാക്കന്മാരുടെ പിതാവെന്നും അറിയപ്പെട്ട പ്രവാചകനാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം. ഉലുൽ അസ്മിൽപ്പെട്ട 5 പ്രവാചകന്മാരുണ്ട്. അതിൽ പ്രധാനിയാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ധാരാളം പരീക്ഷണങ്ങളും ധാരാളം പ്രതിസന്ധികളും എല്ലാം തരണം ചെയ്ത പ്രവാചകന്മാരാണ് ഉലുൽ അസ്മിലെ പ്രവാചകന്മാരെന്നും നമുക്കറിയാവുന്നതാണ്. ഇത്തരത്തിൽ ഒട്ടനവധി വിശേഷണങ്ങൾ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ കുറിച്ചും ഖുർആനിലും സുന്നത്തിലും നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഇറാഖിലെ ബാബിലോണിയയിലാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം ജനിക്കുന്നതും. അദ്ദേഹത്തിന്റെ പിതാവും അദ്ദേഹത്തിന്റെ നാട്ടുകാരുമെല്ലാം വിഗ്രഹങ്ങളെ ആരാധിച്ചിരുന്ന, നക്ഷത്രങ്ങളെ അതിനെ ഇബാദത്ത് ചെയ്തിരുന്ന ആളുകളായിരുന്നു. ആ ഒരു ജനതയിലേക്കാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പ്രവാചകനായി നബിയായി നിശ്ചയിക്കുന്നതും. ആ സന്ദർഭത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ അവരൊക്കെ വാദിച്ചിരുന്നതും, യഹൂദികളും നസ്രാനികളും അവരൊക്കെ വാദിച്ചിരുന്നതും ഞങ്ങൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മില്ലത്തിലായിരുന്നു എന്ന കാര്യമാണ്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരുത്തിക്കൊണ്ട് പറയുന്നു, മാ കാന ഇബ്രാഹിമു യഹൂദിയൻ വലാ നസ്രാനിയ. ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം യഹൂദിയോ ക്രൈസ്തവനോ ആയിരുന്നില്ല. വലാകിൻ കാന ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ശിർക്കിൽ നിന്നും പരിപൂർണമായും വേറിട്ട് നിൽക്കുന്നവനും അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് കീഴ്പ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമുമായിരുന്നു. എന്നിട്ട് ഒന്നുകൂടി ആ കാര്യം ഉറപ്പിക്കുകയാണ്, വമാ കാന മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ശിർക്കിന്റെ ആളുകളിൽ, ബഹുദൈവാരാധകരിൽ പെട്ട വ്യക്തിയായിരുന്നില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, ഇന്ന ഔലൻ നാസി ബിഇബ്രാഹീമ ലല്ലദീന തബഊഹു വഹാദൻ നബിയ്യു വല്ലദീന ആമനു. ജനങ്ങളിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് ഏറ്റവും കൂടുതൽ അടുപ്പമുള്ളവർ ആ ഇബ്രാഹിം നബിയെ പിന്തുടർന്ന ആളുകളാണ്. ഇബ്രാഹിം നബിയുടെ റിസാലത്ത് സത്യപ്പെടുത്തുകയും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളുമാണ് അദ്ദേഹത്തെ പിന്തുടരാൻ ഏറ്റവും അർഹരായവർ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞതായി കാണാം. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ധാരാളം സ്ഥലങ്ങളിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത് അദ്ദേഹം ഹനീഫായിരുന്നു. അതുപോലെ തന്നെ വലം യകു മിനൽ മുശ്രിക്കീൻ. അദ്ദേഹം ശിർക്കിന്റെ വക്താക്കളിൽ പെട്ട ആളായിരുന്നില്ല എന്ന കാര്യമാണ്. ഈ 2 പ്രത്യേകതകൾ, ഈ 2 മേന്മകൾ നമ്മൾ പ്രത്യേകമായി ഓർക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്യേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹം തന്റെ പിതാവിനെ തൗഹീദിലേക്ക് ക്ഷണിക്കുന്ന രംഗം വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നതായി കാണാം. ഇദ് ഖാല ലി അബീഹി യാ അബതി ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബ്സിറു വലാ യുഗ്നി അൻക ശൈആ. ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുന്നു, എന്റെ പിതാവേ, യാതൊന്നും കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, യാതൊരു ഉപകാരമോ ഉപദ്രവമോ ചെയ്യാത്ത വസ്തുക്കളെ താങ്കൾ എന്തിനാണ് അതിനെ ആരാധിക്കുന്നതും, എന്തിനാണ് താങ്കൾ അതിനെ വിളിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതും? എന്നിട്ട് വീണ്ടും പറയുന്നു, യാ അബതി ഇന്നി ഖദ് ജാഅനി മിനൽ ഇൽമി മാ ലം യഅതിക. എന്റെ പിതാവേ, താങ്കൾക്ക് വന്നെത്തിയിട്ടില്ലാത്ത ഒരു വിജ്ഞാനം, ഒരു ഇൽമ് എനിക്ക് വന്നെത്തിയിട്ടുണ്ട്. അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ പ്രവാചകനായി തിരഞ്ഞെടുക്കുകയും എനിക്ക് അല്ലാഹുവിൽ നിന്നുള്ള വഹ്യ് ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫത്തബിഅനി അഹ്ദിക സിറാത്തൻ സവിയ്യ. താങ്കൾ എന്നെ പിന്തുടരുക, നേരായ ശരിയായ മാർഗം താങ്കൾക്ക് ഞാൻ കാണിച്ചു തരാമെന്നും തന്റെ പിതാവിനോട് ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു. വീണ്ടും പറയുകയാണ്, യാ അബതി ലാ തഅബുദി ശൈത്താൻ. എന്റെ പിതാവേ, താങ്കൾ ശൈത്താനിനെ, പിശാചിനെ ആരാധിക്കാൻ പാടില്ല. ഇന്ന ശൈത്താന കാന ലിർറഹ്മാനി അസിയ. തീർച്ചയായും പിശാച് റഹ്മാനായ അല്ലാഹുവിനോട് അനുസരണമില്ലാത്തവനാണ്, അല്ലാഹുവിനോട് ധിക്കാരം കാണിച്ചവനാണ് എന്ന് പറയുകയുണ്ടായി. എന്നിട്ട് വീണ്ടും പറയുന്നു, യാ അബതി ഇന്നി അഖാഫു അൻ യമസ്സക അദാബുൻ മിനർ റഹ്മാനി ഫതകൂന ലിശ്ശൈത്താനി വലിയ. എന്റെ പിതാവേ, താങ്കൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നുള്ള വല്ല ശിക്ഷയും താങ്കളെ ബാധിക്കുമോ എന്നും ഞാൻ പേടിക്കുന്നു, ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് താങ്കൾ എനിക്ക് വന്നിട്ടുള്ള ഈ വഹ്യാകുന്ന ഈ ഉത്ബോധനത്തെ താങ്കൾ പിൻപറ്റിക്കൊള്ളുക എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ പിതാവിനോട് പറയുകയുണ്ടായി. ആ സന്ദർഭത്തിൽ വിഗ്രഹാരാധകനായ തന്റെ പിതാവ് അദ്ദേഹത്തോട് പറയുന്നു, ഖാല അറാഗിബുൻ അൻത അൻ ആലിഹതി യാ ഇബ്രാഹിം. ഇബ്രാഹിം, നീ എൻ്റെ ദൈവങ്ങളെ അതിനെയൊക്കെ വേണ്ട എന്ന് വെക്കുകയാണോ? അതെല്ലാം ഒഴിവാക്കി കളയുകയാണോ? ലഇല്ലം തൻതഹി ലഅർജുമന്നക വഹ്ജുർനി മലിയ. നീ നിന്റെ ഈ പ്രബോധനത്തിൽ നിന്നും തൗഹീദിലേക്കുള്ള ഈ ക്ഷണത്തിൽ നിന്നും നീ വിരമിക്കുന്നില്ല എങ്കിൽ, നീ അതിൽ നിന്ന് മാറുന്നില്ല എങ്കിൽ ഞാൻ നിന്നെ കല്ലെറിഞ്ഞ് ആട്ടി ഓടിക്കുക തന്നെ ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വഹ്ജുർനി മലിയ. കുറെ കാലത്തേക്ക് എന്നേക്കുമായി നീ എന്നിൽ നിന്ന് മാറിപ്പോവുക, വിട്ടുപോവുക എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിനോട് പിതാവ് അദ്ദേഹത്തെ ആക്ഷേപിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഇബ്രാഹിം അലൈഹിസ്സലാം പറയുന്നു, ഖാല സലാമുൻ അലൈക്. അദ്ദേഹം
പിതാവിനോട് സലാം പറഞ്ഞുകൊണ്ട് തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിയ രംഗം വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദ് അതിന്റെ ആശയത്തെ, അതിന്റെ അർത്ഥത്തെ ദൃഢപ്പെടുത്തലാണ് മില്ലത്ത് ഇബ്രാഹിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലേ, ഖദ് കാനത് ലക്കും ഉസ്വത്തുൻ ഹസനത്തുൻ ഫീ ഇബ്രാഹിം അലൈഹിസ്സലാമിലും അതുപോലെ അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളിലും നിങ്ങൾക്ക് ഉത്തമമായ മാതൃകയുണ്ട്. ഇദ് ഖാലൂ ലിഖൗമിഹിം ഇന്നാ ബുറാഉ മിൻകും വമിമ്മാ തഅബുദൂന മിൻ ദൂനില്ലാഹ്. ഇബ്രാഹിം അലൈഹിസ്സലാമും അദ്ദേഹത്തിൽ വിശ്വസിച്ച ആളുകളും അവരവരുടെ ജനതയോടും അവരുടെ നാട്ടുകാരോടും അവർ ഇപ്രകാരം പറയുകയുണ്ടായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആരാധ്യന്മാരുമായി നമുക്ക് യാതൊരു ബന്ധവുമില്ല. അതുപോലെ തന്നെ നിങ്ങളുമായി, ശിർക്കിന്റെ വക്താക്കളുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. കഫർനാ ബികും, നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു. وبدا بيننا وبينكم العداوة والبغضاء أبدا حتى تؤمنوا بالله وحده. നിങ്ങൾ അല്ലാഹുവിൽ മാത്രം വിശ്വസിക്കുന്നതുവരെ, അല്ലാഹുവിൽ മാത്രം നിങ്ങൾ കീഴ്പ്പെടുന്നതുവരെ നമുക്കും നിങ്ങൾക്കുമിടയിൽ ശത്രുതയും വിദ്വേഷവുമാണ് എന്ന് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം തന്റെ ജനങ്ങളോടും നാട്ടിലുള്ള ആളുകളോടും അദ്ദേഹം പ്രഖ്യാപിക്കുകയുണ്ടായി. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഈ പ്രഖ്യാപനം അത് നെഞ്ചിലേറ്റുമ്പോഴാണ് ഹനീഫിയത്തിന്റെ മില്ലത്തു ഇബ്രാഹിമിന്റെ വക്താക്കളായി തീരുന്നത്. ഇതാണ് മില്ലത്തു ഇബ്രാഹിം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അൽ ബറാഅതു മിനശ്ശിർകി വഅഹ്ലിഹി, ശിർക്കിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുക എന്നുള്ളതാണ്. ശിർക്കിന്റെ ആളുകളിൽ നിന്നും അവരുടെ ആഘോഷങ്ങളിൽ നിന്നും അവരുടെ സംസ്കാരങ്ങളിൽ നിന്നും പൂർണ്ണമായും വേറിട്ടവനാണ് ഒരു മുസ്ലിമായ വ്യക്തി എന്ന് പറയുന്നത്. ശിർക്കുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും നമുക്കുണ്ടാകാൻ പാടില്ല. മറിച്ച് അതിന്റെ വിപരീതമായ തൗഹീദും ഇഖ്ലാസുമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. ഈ സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മിക്കേണ്ട ചരിത്രമാണ് മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാം, അദ്ദേഹം തന്റെ മാതാവിനോടും തന്റെ ഉമ്മയോടും അങ്ങേയറ്റം വാത്സല്യമുള്ള, ഉമ്മയോട് ധാരാളം കരുണ ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം ഒരിക്കൽ ഇസ്ലാം സ്വീകരിക്കുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ഉമ്മ ആ ദീനിൽ നിന്നും, ഇസ്ലാം ദീനിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പലതരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുകയുണ്ടായി. അതൊന്നും വിജയം കണ്ടില്ല. അവസാനം മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഉമ്മ ഒരു ശപഥം ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ആ ഉമ്മ പറഞ്ഞു, സഅദേ, നീ നിന്റെ ദീൻ ഉപേക്ഷിക്കുന്നില്ല എങ്കിൽ ഞാൻ മരിച്ചു വീഴുന്നത് വരെ ഞാൻ വെള്ളം കുടിക്കുകയോ ഞാൻ ഭക്ഷിക്കുകയോ ചെയ്യുകയില്ല. അങ്ങനെ ഞാൻ മരിച്ചു വീണാൽ നാട്ടുകാരൊക്കെ നിന്നെ വിളിക്കും യാ ഖാതില ഉമ്മി, ഉമ്മയെ കൊന്നവനെന്നും ജനങ്ങൾ നിന്നെ ആക്ഷേപിക്കുകയും ചെയ്യും. അതുകൊണ്ട് നീ നിന്റെ ദീനിൽ നിന്ന് പിന്മാറണമെന്നും മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മ അവർ ശപഥം ചെയ്യുകയാണ്. ആ സന്ദർഭത്തിൽ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞു, ലാ തഫഅലി യാ ഉമ്മ, നിങ്ങൾ അപ്രകാരം ചെയ്യാൻ പാടില്ല. ഫഇന്നഹു ലാ അദഉ ദീനി ഹാദാ ലിശൈഇൻ, ദുനിയാവിലെ ഒരു കാര്യലാഭത്തിനു വേണ്ടിയും ഞാൻ എൻ്റെ ദീൻ ഉപേക്ഷിക്കുകയില്ല എന്നും അദ്ദേഹം അവിടെ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. അങ്ങനെ അവർ അന്നപാനീയങ്ങൾ ഒഴിവാക്കി കുറച്ച് ദിവസം അങ്ങനെ കഴിച്ചു കൂട്ടുകയുണ്ടായി. അങ്ങനെ ക്ഷീണിച്ച് അവശയായി ആ മാതാവ് നിലത്ത് വീഴുകയുണ്ടായി. ആ സന്ദർഭത്തിലും മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുകയാണ്, വല്ലാഹി ലൗ കാനത് ലക മിഅതു നഫ്സിൻ ഫഖറജത് നഫ്സൻ അല്ലാഹുവാണേ സത്യം, നിങ്ങൾക്ക് 100 ആത്മാക്കൾ ഉണ്ടാവുകയും എന്നിട്ട് ഓരോ ആത്മാവും താങ്കളുടെ ശരീരത്തിൽ നിന്ന് വേർപെട്ടാലും ഞാൻ എൻ്റെ ദീൻ അതൊരു കാര്യത്തിനു വേണ്ടിയും ഉപേക്ഷിക്കുകയില്ല. ഫഇൻ ശിഅതി ഫകുലി വഇൻ ശിഅതി ലാ തഅകുലി, നിങ്ങൾക്ക് വേണമെങ്കിൽ ഭക്ഷിക്കാം, അതല്ല എങ്കിൽ നിങ്ങൾക്ക് ഭക്ഷിക്കാതിരിക്കാം. അങ്ങനെ അദ്ദേഹത്തിന്റെ പിതാവ്, അദ്ദേഹത്തിന്റെ മാതാവ് അവർ ഭക്ഷണം കഴിക്കുകയുണ്ടായി എന്നും ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സ്വന്തം മാതാവിന്റെ നിർബന്ധത്തിന് പോലും, അതിന് പോലും അടിയറവ് പറയാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചുകൊണ്ട് അതിൽ അടിയുറച്ചു നിൽക്കുന്ന മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രമാണ് നമ്മൾ ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടത്. അതുകൊണ്ട് ശിർക്ക് ചെയ്യാൻ അള്ളാഹുവിന്റെ ദീനിനോട് എതിരായി കൽപ്പിക്കുന്നത് അതാരായിക്കൊള്ളട്ടെ അവരെ നമ്മൾ അനുസരിക്കേണ്ടതില്ല. എന്നാൽ അവർക്ക് ഭൗതികമായ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാം. മാതാവ് അവർ ശിർക്കിലാണെങ്കിലും അവർക്ക് ഭൗതികമായ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കാം. അവരോട് നല്ല വാക്കുകൾ പറയാം, അവരോട് നല്ല നിലയിൽ വർത്തിക്കാം. അതിനൊന്നും ഇസ്ലാം വിലക്കുന്നില്ല. എന്നാൽ ദീന് അടിയറവ് വെച്ചുകൊണ്ട് ഒരാളുടെ മുൻപിലും നമ്മൾ തലകുനിക്കേണ്ടതില്ല എന്ന പാഠമാണ് മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെയും സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രവും നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. മഹാനായ ഇബ്രാഹിം അലൈഹിസ്സലാം അദ്ദേഹത്തിന്റെ മാർഗമാണ് മില്ലത്തു ഇബ്രാഹിം എന്ന് പറയുന്നത്. ആ മാർഗത്തെ പിന്തുടരാൻ, ആ മാർഗത്തെ പിൻപറ്റുവാനാണ് വിശുദ്ധ ഖുർആനിൽ എത്രയോ സ്ഥലങ്ങളിൽ, സന്ദർഭങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. മഹാനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പോലും അല്ലാഹു പറയുന്നു, അനിത്തബിഅ മില്ലത ഇബ്രാഹിം ഹനീഫായ, ശിർക്കിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് തൗഹീദിന്റെ മാർഗത്തിൽ പ്രവേശിച്ച, വഴികളിൽ നിന്നും മാറിക്കൊണ്ടും സിറാത്തുൽ മുസ്തഖീമിലേക്ക്
ഉപദേശിച്ച ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മാർഗം താങ്കൾ പിൻപറ്റിക്കൊള്ളുക എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല വഹിയായി നൽകിയതായി കാണാം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മില്ലത്ത് മുറുകെ പിടിക്കുന്നവരാണെന്നും വാദിക്കുന്നവരാണ് നാം ഓരോരുത്തരും. എന്താണ് ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എന്ന ബോധ്യം നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടതുണ്ട്. ഹജ്ജിന്റെ വേളയിലാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ കുറിച്ച് നാം ഓർക്കാറുള്ളതും. ആ ഹജ്ജിന്റെ ആത്മാവെന്ന് പറയുന്നതും ആ ഹജ്ജിന്റെ റൂഹ് എന്ന് പറയുന്നതും അത് തൗഹീദ് തന്നെയാണ്. ഹജ്ജിന്റെ ചില കർമ്മങ്ങൾ, അതിന്റെ ചില കർമ്മങ്ങളിലൂടെ നമുക്കൊന്ന് കണ്ണോടിക്കേണ്ടതുണ്ട്. ഹജ്ജിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുന്ന സന്ദർഭമുണ്ട്. ആ സന്ദർഭത്തിൽ അവിടെ നിന്ന് പ്രഖ്യാപിച്ചതായി കാണാം, അല്ലാഹുമ്മ ഹജ്ജതൻ ലാ റിയാഅ ഫീഹാ വലാ സുംഅ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇഹ്റാമിൽ പ്രവേശിക്കുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുവേ, ലോകമാന്യമോ അതുപോലെ ജനങ്ങളുടെ കീർത്തിയോ ഇല്ലാത്ത ഒരു ഹജ്ജായി നീ ഇതിനെ മാറ്റണമേ, നീ ഇതിനെ ആക്കണമേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ ഇബാദത്തുകൾ അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാകുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിക്കുകയുള്ളൂ. അതിൽ റിയാ കടന്നു വരാൻ പാടില്ല, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, അതുപോലെ ജനങ്ങളുടെ പ്രശംസ പിടിച്ചു വെക്കാൻ വേണ്ടി അത്തരത്തിലൊന്നും നമ്മൾ ഇബാദത്തുകൾ ചെയ്യാൻ പാടില്ല എന്ന പാഠമാണ് ഇഹ്റാമിൽ പ്രവേശിക്കുന്ന സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നതും. ഒരിക്കൽ സഹാബത്ത് അവർ മസീഹുദ് ദജ്ജാലിനെ കുറിച്ച് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അവരിലേക്ക് കടന്നു വന്നുകൊണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അലാ ഉഖ്ബിറുക്കും ബിമാ ഹുവ അഖ്വഫു അലൈക്കും ഇൻദി മിനൽ മസീഹുദ് ദജ്ജാൽ. മസീഹുദ് ദജ്ജാലിനേക്കാൾ നിങ്ങളുടെ വിഷയത്തിൽ ഞാൻ ഭയപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അതിനാൽ നിങ്ങൾക്ക് അറിയിച്ചു നൽകട്ടെയോ? എന്നിട്ട് റസൂലുള്ളാഹി പറയുന്നു, അശ്ശിർകുൽ ഖഫിയ്യു, അതാണ് ഗോപ്യമായ ശിർക്ക്, മറഞ്ഞിരിക്കുന്ന ശിർക്ക് എന്ന് റസൂലുള്ളാഹി പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അതിന്റെ ഒരു ഉദാഹരണമായി റസൂലുള്ളാഹി പറയുന്നു, അയ്യഖൂമർ റജുലു ഫയുസല്ലിയ, ഒരാൾ നമസ്കരിക്കുന്നതിന് വേണ്ടി അവൻ എഴുന്നേറ്റ് നിൽക്കുകയാണ്, അവൻ നമസ്കരിക്കുകയാണ്. ഫയുസയ്യിനു സ്വലാതഹു ലിമാ യറാ മിൻ നദരി റജുലിൻ, അവൻ നമസ്കരിക്കുന്നത് മറ്റൊരാൾ കാണുന്നുണ്ട് എന്നറിഞ്ഞുകൊണ്ട് മറ്റൊരാൾ കാണുന്നത് കാരണത്താൽ അവന്റെ നമസ്കാരത്തെ ഭംഗി കൂട്ടുകയാണ്. ആളുകൾ കാണുന്നതിന് വേണ്ടി ഇബാദത്തുകൾ ഭംഗി കൂട്ടുക എന്നുള്ളതും അത് ചെറിയ ശിർക്കാണ്, അത് ഗോപ്യമായ ശിർക്കാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉദാഹരണം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഇത് നമസ്കാരത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, എല്ലാ ഇബാദത്തുകളുടെ കാര്യത്തിലും അതങ്ങനെ തന്നെയാണ്. നമ്മൾ ബലിയറുക്കുന്നതും അത് ഞാൻ ബലിയറുത്തില്ലെങ്കിൽ ആളുകൾ എന്ത് വിചാരിക്കും എന്ന ചിന്തയാണ് നിന്റെ മനസ്സിലെങ്കിൽ ആ ബലികർമ്മം അല്ലാഹു സ്വീകരിക്കുകയില്ല. നീ സദഖ ചെയ്യുന്നതും നീ ദാനധർമ്മം ചെയ്യുന്നതും നീ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നതും അതെല്ലാം ജനങ്ങളുടെ പ്രശംസ പിടിച്ചു വയ്ക്കാനാണെങ്കിൽ, അതല്ലെങ്കിൽ അവരുടെ മുൻപിൽ ഞാനൊരു വലിയ നന്മ ചെയ്യുന്നവനാണ് എന്ന ധാരണ ലഭിക്കാനാണെങ്കിൽ അതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന പാഠമാണ് ഹജ്ജിൽ നിന്നും ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തേത്, ഹജ്ജിൽ ഹാജിമാർ തൽബിയത്ത് ചൊല്ലാറുണ്ട്. അവരുടെ തൽബിയത്തിന്റെ വചനമായി മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറഞ്ഞതായി കാണാം, ഫഅഹല്ല ബിത്തൗഹീദി, തൗഹീദിന്റെ വാക്കുകൾ, തൗഹീദിന്റെ വചനങ്ങൾ അത് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് തൽബിയത്ത് ചൊല്ലിയിരുന്നു. തൽബിയത്തിന്റെ വചനങ്ങൾ അത് നമുക്ക് മനപ്പാഠമുള്ള വാക്യങ്ങളാണ്. ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക്. ഒരു ഹാജി അദ്ദേഹം ഇഹ്റാമിൽ പ്രവേശിച്ചത് മുതൽ അവിടുന്ന് പ്രഖ്യാപിക്കുന്ന കാര്യം എന്താണ്? അല്ലാഹുവേ, നിന്റെ വിളിക്കുള്ള വിളിയാളം കേട്ടും ഹജ്ജിനുള്ള നിന്റെ വിളിയാളം കേട്ടും ഞാനിതാ വന്നിരിക്കുന്നു. ലാ ശരീക ലക്, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ലബ്ബൈക്, നിന്റെ വിളിയാളം കേട്ടും ഞാനിതാ വന്നിരിക്കുന്നു. ഇന്നൽ ഹംദ വന്നിഅമത ലക്, എല്ലാ അനുഗ്രഹങ്ങളും അത് നിന്റേതാണ്, സർവസ്തുതിയും അത് നിനക്ക് തന്നെയാണ്. വൽ മുൽക്ക്, എല്ലാ ആധിപത്യവും യഥാർത്ഥ അധികാരവും അത് നിന്റേത് തന്നെയാണ്. ലാ ശരീക ലക, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. തൗഹീദിന്റെ വിളംബരമാണ്, തൗഹീദിന്റെ പ്രഖ്യാപനമാണ് ഹാജിമാർ ആവർത്തിച്ച് അവർ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ മാത്രമാണ് ഇബാദത്തിന് അർഹനുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പുറമെ ആരാധിക്കപ്പെടുന്ന ധാരാളം വസ്തുക്കളുണ്ട്. കല്ലും മരവും അതുപോലെ തന്നെ അമ്പിയാക്കന്മാരും സ്വാലിഹീങ്ങളും മുർസലീങ്ങളും നിർജീവമായ വസ്തുക്കൾ വരെ ഇന്ന് ആരാധിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവയൊന്നും ആരാധിക്കപ്പെടാൻ അർഹനല്ല, മറിച്ച് ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് എന്ന പ്രഖ്യാപനമാണ് ഹാജിമാർ തൽബിയത്തിലൂടെ അവർ ഉറക്കെ പ്രഖ്യാപിച്ചു കൊണ്ടിരിക്കുന്നത്. എന്നാൽ മക്കയിൽ ഉണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അവരും റസൂലിന്റെ കൂടെ ഹജ്ജ് ചെയ്യാറുണ്ടായിരുന്നു. അവരവരുടെ തൽബിയത്തിൽ ഇപ്രകാരം പറയാറുണ്ട്. അവർ പറയുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അവരങ്ങനെ പറയുന്നു, അല്ലാഹുവേ, നിനക്ക് യാതൊരു പങ്കുകാരുമില്ല. ഈ സന്ദർഭത്തിൽ റസൂലുള്ളാഹി പറയുകയാണ്, നിങ്ങൾ അവിടെ നിർത്തുക, തൗഹീദിന്റെ പ്രഖ്യാപനമായ തൽബിയത്തിന്റെ അവിടെ നിങ്ങൾ നിർത്തുക. പക്ഷേ മക്കയിലെ മുശ്രിക്കുകൾ അവരവിടെ നിർത്താറില്ല. അവർ വീണ്ടും പറയുന്നു, ഇല്ലാ ശരീകൻ ഹുവ ലക, അല്ലാഹുവേ, നിനക്കൊരു പങ്കുകാരനുണ്ട്. അവൻ എങ്ങനെയുള്ളവനാണ്? തംലികുഹു വമാ മലക്,
ആ പങ്കുകാരൻ അവരെന്തിനെയൊക്കെ ഉടമപ്പെടുത്തിയിട്ടുണ്ടോ അതിന്റെ ഉടമസ്ഥനും അല്ലാഹുവേ നീയാകുന്നു എന്നവർ അവരുടെ തൽബിയത്തിൽ അവർ ഉൾപ്പെടുത്താറുണ്ട് എന്ന് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം രേഖപ്പെടുത്തിയതായി കാണാം. അഥവാ മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ, മുശ്രിക്കുകളായ ആളുകൾ, അവർ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്ന ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അവരവരുടെ തൽബിയത്തിലേക്ക് ഉൾപ്പെടുത്തുകയാണ്. അല്ലാഹുവേ നിനക്കൊരു പങ്കുകാരനുണ്ട്, ആ പങ്കുകാർ അവർ സ്വയം ഉടമപ്പെടുത്തുന്നില്ല, അതിന്റെയൊക്കെ ഉടമസ്ഥൻ അല്ലാഹുവേ നീയാണ്. അഥവാ അല്ലാഹുവിന് പുറമെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന വസ്തുക്കൾ അവരൊന്നും അല്ലാഹുവെ പോലെ സ്വയം കഴിവുള്ളവരാണ് എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല, അല്ലാഹുവെ പോലെ സൃഷ്ടാവാണ് എന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല എന്നാണ് മക്കയിലുണ്ടായിരുന്ന മുശ്രിക്കുകളായ ആളുകൾ അവർ പറഞ്ഞിരുന്നത്, അവരവരുടെ തൽബിയത്തിലൂടെ പ്രഖ്യാപിച്ചിരുന്നത്. ഇതേ ന്യായമാണ് ഇന്നും ശിർക്കിന്റെ വക്താക്കൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വഹീദ്ദീൻ ശൈഖെ കാക്കണേ, ബദരീങ്ങളെ രക്ഷിക്കണേ എന്ന് വിളിക്കുന്ന ആളുകൾ അവർ പറയുന്നത് എന്താണ്? വഹീദ്ദീൻ ശൈഖിനും സ്വയം കഴിവുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല, വഹീദ്ദീൻ ശൈഖ് അല്ലാഹുവെ പോലെ സ്വയം കഴിവുള്ളവനാണ്, അല്ലാഹുവെ പോലെ സൃഷ്ടിക്കുന്നവനാണ് എന്നൊന്നും ഞങ്ങൾ കരുതുന്നില്ല. അല്ലാഹുവിന്റെ കേവലം ഒരു സൃഷ്ടിയാണ്, അല്ലാഹു കൊടുത്ത കഴിവിൽ നിന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത് എന്ന ന്യായമാണ് ഇന്നും ശിർക്കിന്റെ വക്താക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തൗഹീദും ശിർക്കും അത് വേർതിരിച്ച് മനസ്സിലാക്കണമെങ്കിൽ തൽബിയത്തിന്റെ വചനങ്ങൾ അത് നമ്മൾ പഠിക്കേണ്ടതുണ്ട്. മക്കയിലെ മുശ്രിക്കുകളുടെ തൽബിയത്തും മക്കയിലെ മുസ്ലിമീങ്ങളുടെ തൽബിയത്തും നമ്മൾ വ്യവച്ഛേദിച്ച് മനസ്സിലാക്കിയാൽ ഈ ഒരു കാര്യം നമുക്ക് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്നതാണ്. മൂന്നാമതായി ഹജ്ജിൽ നിന്നും നമ്മൾ ഉൾക്കൊള്ളേണ്ട പാഠമാണ് ഹജറുൽ അസ്വദിനെ ചുംബിക്കാൻ വരുന്ന സന്ദർഭത്തിൽ അവിടെ ചില പാഠങ്ങൾ നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഹജറുൽ അസ്വദ് ചുംബിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹം പറയാറുണ്ട്, ഇന്നി അഅലമു അന്നക ഹജറുൻ ലാ തദുറു വലാ തൻഫഅ. അദ്ദേഹം പറയുകയാണ്, കേവലം ഒരു കല്ല് മാത്രമാണ് നീ, യാതൊരു ഉപകാരമോ ഉപദ്രവമോ ഉടമപ്പെടുത്താത്ത കേവലം ഒരു കല്ല് മാത്രമാണ്. വലൗലാ അന്നി റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഖബ്ബിലുക മാ ഖബ്ബൽതുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്നെ ചുംബിക്കുന്നതായി ഞാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ ഞാനും നിന്നെ ചുംബിക്കുമായിരുന്നില്ല എന്ന് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്. കാരണം അദ്ദേഹം അത് പ്രഖ്യാപിക്കുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ ചുറ്റും ധാരാളം ആളുകളുണ്ട്. പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ഒട്ടനവധി ആളുകൾ അദ്ദേഹത്തിന്റെ ചുറ്റുമുണ്ട്. അവരെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയാണ്. കാരണം ജാഹിലിയ കാലഘട്ടത്തിൽ അവർ പല കല്ലുകൾക്കും ദിവ്യത്വം കൽപ്പിച്ചിരുന്നു, പല കല്ലുകൾക്കും അവർ ഇബാദത്തുകൾ സമർപ്പിച്ചിരുന്നു. അത് ആ ധാരണയൊക്കെ തിരുത്തുന്നതിന് വേണ്ടിയാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു ഇതുറക്കെ പ്രഖ്യാപിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് മാത്രമാണ് ഈ കല്ല് ചുംബിക്കുന്നതിൽ എന്ന് അദ്ദേഹം അവിടുന്ന് പ്രഖ്യാപിക്കുകയാണ്. അതല്ലാതെ ആ കല്ല് വല്ലതും ഉപകാര ഉപദ്രവങ്ങൾ ഉടമപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിശ്വാസമല്ല എന്ന കാര്യമാണ് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പ്രഖ്യാപിക്കുന്നത്. നാലാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് അറബ് നടത്തുന്ന സന്ദർഭത്തിലാണ് യൗമുൻ നഹർ, ദുൽഹിജ്ജ 10 എന്ന് പറയുന്നത് ആ ദിവസത്തിന്റെ പേര് തന്നെ ബലികർമ്മത്തിന്റെ ദിനം എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടി ഏറ്റവും അധികം മൃഗങ്ങളെ ബലി കഴിക്കപ്പെടുന്ന ദിവസമാണ് യൗമുൻ നഹർ അഥവാ ദുൽഹിജ്ജ 10ന്റെ ദിനം എന്ന് പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയല്ലാതെ മറ്റൊരാൾക്ക് വേണ്ടിയും അറബ് നടത്താൻ പാടില്ല. ഫസല്ലി ലിറബ്ബിക വൻഹർ, നീ നിന്റെ റബ്ബിന് വേണ്ടി നമസ്കരിക്കുകയും നിന്റെ റബ്ബിന് വേണ്ടി നീ ബലികർമ്മം നടത്തുകയും ചെയ്യുക. എന്നാൽ ഒട്ടനവധി ആളുകളുണ്ട് ശിർക്കിന്റെ വലയത്തിൽ പെട്ടുപോയ ആളുകൾ, അല്ലാഹുവിന് പുറമെ ജിന്നുകൾക്ക് വേണ്ടി, പിശാച് സേവയ്ക്ക് വേണ്ടി, അത്തരത്തിലുള്ള ആളുകൾക്ക് വേണ്ടി അറബ് നടത്തുന്ന, അവർക്ക് വേണ്ടി ബലികർമ്മം നടത്തുന്ന ആളുകളുണ്ട്. അത്തരത്തിലുള്ള കാര്യങ്ങളിൽ നാം പെട്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് ഹജ്ജിന്റെ ഓരോ നിമിഷങ്ങളും അത് തൗഹീദിന്റെ പ്രഖ്യാപനമാണ്, അത് മില്ലത്ത് ഇബ്രാഹീമിന്റെ വിളംബരമാണ് എന്ന് നാം തിരിച്ചറിയേണ്ടതുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ട തൗഹീദുള്ള മുഅ്മിനീങ്ങളായ ആളുകളെ തൗഹീദ് പഠിക്കുകയും അത് ആഴത്തിൽ മനസ്സിലാക്കുകയും ശിർക്കിൽ നിന്നും പൂർണ്ണമായും വേറിട്ട് നിൽക്കുകയും തൗഹീദ് ഊട്ടിയുറപ്പിക്കുവാൻ നാം പരിശ്രമിക്കുകയും ചെയ്യുക. ഈ ഹജ്ജിന്റെ മാസത്തിൽ, ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമുക്ക് നൽകാനുള്ള ഏറ്റവും വലിയ സന്ദേശം അത് തന്നെയാണ് എന്ന ബോധ്യവും നമുക്കുണ്ടായിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള മുവഹിദീങ്ങളുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങളിൽ അതിൽ ശ്രേഷ്ഠമായ ഒരു ദിനമാണ് ദുൽഹിജ്ജ 9 എന്ന് പറയുന്നത്. യൗമു അറഫ എന്ന പേരിൽ അറിയപ്പെടുന്ന ദിനമാണ്. ആ ദിനത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പക്കൽ ധാരാളം ശ്രേഷ്ഠതകളുണ്ട് എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്തു പറഞ്ഞൊരു ദിവസമാണ് യൗമു അറഫ എന്ന് പറയുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു, വസ്സമാഇ ദാതിൽ ബുറൂജ്, നക്ഷത്രമണ്ഡലങ്ങളുള്ള ആകാശം തന്നെയാണ് സത്യം. വൽ യൗമിൽ മൗഊദ്, വാഗ്ദാനം ചെയ്യപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. അന്ത്യനാൾ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു പറയുന്നു.
വീണ്ടും പറയുന്നു വശാഹിദിൻ വമശ്ഹൂദ്, സാക്ഷിയും സാക്ഷ്യം വഹിക്കപ്പെടുന്ന കാര്യവും തന്നെയാണ് സത്യം. ഇവിടെ ഷാഹിദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് വെള്ളിയാഴ്ച ദിവസമാണ്. മശ്ഹൂദ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അത് അറഫ ദിനമാണ് എന്ന് പണ്ഡിതന്മാർ തഫ്സീറുകളിൽ നമുക്ക് രേഖപ്പെടുത്തപ്പെട്ടതായി കാണാം. അതുകൊണ്ട് അത്യുന്നതനായ മഹാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു കാര്യത്തെക്കുറിച്ച് സത്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സത്യം ചെയ്യപ്പെട്ട കാര്യവും അതും മഹത്വമുള്ളതാണ്, ശ്രേഷ്ഠമുള്ളതാണ് എന്ന പാഠം നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട്. രണ്ടാമത്തെ ശ്രേഷ്ഠതയായി പണ്ഡിതന്മാർ പറയുന്നു, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയോടടുത്ത ആകാശത്തേക്ക് ഇറങ്ങി വരുന്ന സന്ദർഭമാണ്, ദിവസമാണ് അറഫയുടെ ദിവസം എന്നുള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഫഇന്നല്ലാഹ യഹ്ബിതു ഇല അസ്സമാഇ ദുനിയ ഫയുബാഹി ബികുമുൽ മലായിക. അല്ലാഹു സുബ്ഹാനഹു വ തആല വാനലോകത്തേക്ക്, ആ ഭൂമിയോടടുത്ത ആകാശത്തേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങി വരുന്നതാണ്. എന്നിട്ട് നിങ്ങളെക്കുറിച്ച്, അറഫയിൽ നിൽക്കുന്ന ഹാജിമാരെക്കുറിച്ച് മലക്കുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഭിമാനം കൊള്ളുന്നതാണ്. അല്ലാഹു പറയും, ഇബാദി ജാഊനി ശുഗഫൻ മിൻ കുല്ലി ഫജ്ജിൻ അമീഖ്. എൻ്റെ അടിമകൾ അവർ വിദൂരങ്ങളിൽ നിന്ന് എൻ്റെ അടുക്കലേക്ക് വന്നവരാണ്. അവരുടെ മുടികൾ അത് ജടകുത്തിയിട്ടുണ്ട്, അവർ അങ്ങേയറ്റം ക്ഷീണിച്ച് അവശരായിട്ടുണ്ട്. എന്നിട്ട് പറയുന്നു, യർജൂന ജന്നതി, അവരെൻ്റെ സ്വർഗ്ഗമാണ് ആഗ്രഹിക്കുന്നത്. ഫലൗ കാനത് ദുനൂബുകും കഅദദിർ റംലി ഔ ഖത്രിൽ മത്രി ഔ കസബദിൽ ബഹ്രി ലഗഫർതുഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ അത് മണൽത്തരികളോളം ഉണ്ടെങ്കിലും, അതല്ലെങ്കിൽ മഴത്തുള്ളികളോളം നിങ്ങളുടെ പാപങ്ങൾ ഉണ്ടെങ്കിലും, കടലിലെ നുരയോളം ആ പാപങ്ങൾ ഉണ്ടെങ്കിലും ഞാൻ അവർക്കത് പുറത്തു കൊടുക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളോട് പറയുന്നതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ആളുകളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ദിനമാണ് അറഫ ദിനം എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മാ മിൻ യൗമിൻ അക്സറ അൻ യഅതിക അല്ലാഹു ഫീഹി അബീബൻ മിനൻ നാരി മിൻ യൗമി അറഫ. അറഫ ദിനത്തേക്കാൾ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന മറ്റൊരു ദിനവുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് പറഞ്ഞതായി കാണാം. അതുകൊണ്ട് അറഫ ദിനത്തിൽ വൈകുന്നേര സമയങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടും ധാരാളമായി പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ സമയങ്ങൾ മാറ്റിവെക്കേണ്ടതുണ്ട്, നമ്മൾ അതിനു വേണ്ടി ഒഴിഞ്ഞിരിക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഖൈറുദ് ദുആഇ ദുആഉ അറഫ. പ്രാർത്ഥനകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്, വിശിഷ്ടമായത് അത് അറഫാ ദിനത്തിൽ നിർവഹിക്കുന്ന പ്രാർത്ഥനയാണ്. ഇന്ന് റസൂലുള്ളാഹി പറയുന്നു, അഫ്ളലു മാ ഖുൽതു അന വന്നബിയ്യൂന അശിയ്യത അറഫ. അറഫാ ദിനത്തിന്റെ വൈകുന്നേരങ്ങളിൽ ഞാനും എനിക്ക് മുൻപ് കഴിഞ്ഞ പ്രവാചകന്മാരും അവർ പ്രാർത്ഥിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ പ്രാർത്ഥന, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന പ്രാർത്ഥനയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അറഫാ ദിനത്തിലെ പ്രാർത്ഥനയ്ക്ക് അതിന് പ്രത്യേകം ഉത്തരം പ്രതീക്ഷിക്കപ്പെടാവുന്ന ദിവസമാണ്. ആ ദിനത്തിലെ പ്രാർത്ഥനകൾക്ക് ഭൂരിഭാഗവും ഉത്തരം ലഭിക്കപ്പെടുമെന്ന് പണ്ഡിതന്മാർ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ അവർ രേഖപ്പെടുത്തിയതായി കാണാം. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുൻപിൽ ധാരാളമായി പ്രാർത്ഥിക്കുവാൻ ആ സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. നമ്മൾക്കും അതുപോലെ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ബന്ധുക്കൾക്കും നമ്മുടെ ഉസ്താദുമാർക്കും അതുപോലെ നമുക്ക് നന്മ ചെയ്തു തന്ന മറ്റുള്ള ആളുകൾക്കുണ്ട്. അതുപോലെ ലോകത്തെ പല ഭാഗത്തുമുള്ള മുസ്ലിമീങ്ങൾ അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആ സമയം നമ്മൾ മാറ്റിവെക്കേണ്ടതുണ്ട്. മഹാനായ താബിഈ അതാ ഇബ്നു അബീ റബാഹ് റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം, ഇൻ ഇസ്തതഅത അൻ തഖ്ലുവ ബിനഫ്സിക അശിയ്യത അറഫത ഫഫ്അൽ. അറഫാ ദിവസത്തിന്റെ അന്ന് ആ വൈകുന്നേരം നിനക്ക് ഒറ്റയ്ക്കിരിക്കാൻ കഴിയുമെങ്കിൽ, നിനക്കും നിന്റെ റബ്ബിനും ഇടയിൽ ആരുമില്ല, ഒറ്റയ്ക്ക് തനിച്ചിരിക്കാൻ കഴിയുമെങ്കിൽ നീ അപ്രകാരം ചെയ്തു കൊള്ളുക. അങ്ങനെ തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ മുൻപിൽ നമ്മളുടെ ആവലാദികളും പ്രയാസങ്ങളും എല്ലാം അത് അള്ളാഹുവിനോട് ഏറ്റു പറയുക, നമ്മൾ ചെയ്തു പോയ പാപങ്ങൾ അത് അള്ളാഹുവിൻ്റെ മുൻപിൽ പശ്ചാത്തപിക്കുക. അങ്ങനെയുള്ള ഒരു സമയമായി നമ്മൾ ആ ദിവസത്തെ വിനിയോഗിക്കണമെന്ന് പ്രത്യേകമായി ഓർമ്മിപ്പിക്കുകയാണ്. ആ ദിവസത്തിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു ഇബാദത്താണ് അറഫാ ദിനത്തിലെ നോമ്പെന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ കഴിഞ്ഞുപോയതും അതുപോലെ വരാനിരിക്കുന്നതുമായ ഒരു വർഷത്തെ മുഴുവൻ പാപങ്ങളും ചെറുപാപങ്ങളും അതിലൂടെ പരിഹരിക്കപ്പെടുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞുപോയ വർഷത്തെ പാപങ്ങൾ പരിഹരിക്കപ്പെടുമെന്നതിൻ്റെ ഉദ്ദേശം നമുക്കെല്ലാവർക്കും വ്യക്തമാണ്. എന്നാൽ വരാനിരിക്കുന്ന ഒരു വർഷത്തെ പാപങ്ങൾ അതിലൂടെ പൊറുക്കപ്പെടുമെന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, ഇനി വരാനിരിക്കുന്ന ഒരു വർഷത്തിൽ അവന് പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകുമെന്നതാണ് അതിൻ്റെ ഉദ്ദേശമെന്ന് പണ്ഡിതന്മാർ വിശദീകരണങ്ങളിൽ പറഞ്ഞതായി കാണാം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സുന്നത്തായ നോമ്പുകൾ അത് നമ്മൾ ശീലിപ്പിക്കുക, നമ്മുടെ വീട്ടിലുള്ള ആളുകളെ കൊണ്ടും നാം അത് എടുപ്പിക്കുക. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക്
ഖേദിച്ച് മടങ്ങുന്ന ഇബാദത്തുകളുമായി മുന്നേറുന്ന സാലിഹീങ്ങളുടെ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബന ഗ്ഫിർ ലനാ വലിഇഖ്വാനിന الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل وسلم على نبينا محمد.